ഇത് പറ്റിപ്പാണ് കേട്ടാ. അങ്ങനെ ഒരു സാധനം കാണില്ല. ഇത് നിങ്ങളിൽ നിന്ന് എല്ലാവരും 2000 വെച്ച് ഒരു 10,000 പേരെങ്കിലും അടച്ചു കാണും. അപ്പോൾ അവർക്ക് പിന്നെ ഇനിയിപ്പോൾ അറിയാം ഇങ്ങനെ പറ്റിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരുപാട് പേര് ഇതുപോലെ പറ്റിക്കപ്പെട്ടവരുണ്ടാവും. അവർ നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ സംസാരിക്കും. നിങ്ങൾ പറ്റിക്കപ്പെട്ട നിങ്ങൾ യൂണിയൻ പോലെയാവും. എന്നിട്ട് അങ്ങനെ പ്രൊസീഡ് ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലിപ്കാർട്ടാണ് സൗകര്യം ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് 1-ാം പ്രതിയാണ് ഇതിൽ. എന്നിട്ട് മറ്റവർ 2-ാം പ്രതിയാക്കി കേസെടുക്കുക. ഹായ്, ഒരു 2-3 മിനിറ്റിൽ ഒതുക്കണം എന്നാണ് വിചാരിച്ച വീഡിയോ, പക്ഷേ കുറച്ച് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഫുള്ളൊന്ന് കണ്ടു നോക്കുക. വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല, ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഇന്ന് വീഡിയോയിലേക്ക് ഡയറക്റ്റായിട്ട് കിടക്കാം. ഹായ്, അപ്പം ബിഗ് ബില്യൺ സെയിൽ, ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ സെയിൽ നടന്നൊരു സ്കാമാണ് സത്യം പറയുകയാണെങ്കിൽ. എനിക്ക് മാത്രമല്ല കുറേ പേർക്ക് പറ്റിക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം വളച്ചിട്ടില്ലാത്ത കാര്യം പറയട്ടെ. ഒരു ആറ്റുനോറ്റൊരു ഫോൺ മേടിക്കാൻ തീരുമാനിച്ചു, ഗൂഗിൾ പിക്സൽ 9. ശരിക്കും 79,000 രൂപയാണ് പ്രൈസ്, ലോഞ്ചിങ് പ്രൈസ് ഒക്കെ. ഇപ്പം 34,999 രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞു. ഓക്കെ, കുറച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ലിമിറ്റഡ് സ്റ്റോക്ക് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരൊരു ഒക്ടോബർ 13-ാം തീയതി, 13-നോ 12-നോ 13-നോ ഒക്ടോബർ 13-ന് ഇവരെന്ത് ചെയ്തു, ഒരു പ്രീ ബുക്കിംഗ് സെയിൽ പോലെ കൊണ്ടുവന്നു. അപ്പോൾ അതിന് ചാർജ് 2,000 രൂപയാണ്. ഈ എന്താ പറയുക, പിക്സൽ, ഗൂഗിൾ പിക്സലിൻ്റെ 9 മോഡൽ വരുന്നത് 2,000 രൂപ. അതുപോലെ മറ്റേ 16 പ്രോയ്ക്ക് വരുന്നത് 5,000 രൂപ. അങ്ങനെ 16 പ്രോ മാക്സിന് വരുന്നത് 6,000 രൂപ. അങ്ങനെ എന്തൊക്കെയോ കുറേ പ്രൈസിൽ ഇവർ പ്രീ ബുക്കിംഗ് സെയിൽ എന്ന് പറയുന്ന സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടാഗ്ലൈൻ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു സേവിങ്സ് ആണ്. ഇപ്പോൾ നമ്മളെന്താ പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു അഷ്യൂറിറ്റിയാണ്, നമുക്ക് ആ പ്രൈസിൽ കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ പൈസ കിട്ടുന്നല്ല നമ്മൾ തിരിച്ച് വിചാരിക്കുന്നത്. ഇപ്പോൾ സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാവിലെ 12 മണി മുതൽ ഇരുന്ന് തപ്പുവാണ് എന്ത് ഗൂഗിൾ പിക്സൽ 9 ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ 2,000 രൂപ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ ഇത് തൊണ്ടയാട്, കോഴിക്കോട്, മറ്റേ ടൗണിൽ തന്നെയാണ്. എല്ലാ സാധനവും ഇവിടെ എന്താ പറയുക, മേടിക്കാനും ഓർഡർ ചെയ്യാനൊക്കെ പറ്റുന്ന സംഭവമാണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. അപ്പം ഞാനിത് 2,000 രൂപ കൊടുത്തിട്ട് നമ്മൾ അഡ്രസ്സ്, ഇവിടുത്തെ എൻ്റെ വീടിൻ്റെ അഡ്രസ്സും കൊടുത്തിട്ട് പൈസ കൊടുത്തു. അപ്പോൾ അതിൽ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20-ാം തീയതി വരെ, 20-ാം തീയതിക്ക് ശേഷം ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ സെയിൽ നടക്കുന്നത് 23-ാം തീയതിയാണ്. ഈ പ്ലസ് മെമ്പേഴ്സിന് ആക്സസ് കിട്ടുന്ന 22-ാം തീയതി. അപ്പോൾ നമ്മൾക്കിത് ക്യാൻസൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ എന്തിനാ ഈ 2,000 രൂപ കൊടുത്ത്, നമുക്ക് ആ പ്രൈസിൽ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2,000 രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ സാധനം, ഈ ഒരു എന്താ പറയുക, ഈ പ്രീ ബുക്കിംഗ് സെയിൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ 2,000 രൂപ കൊടുത്ത് മേടിച്ചത്. 12 മണിക്ക് നോക്കിയ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈസ് അതൊക്കെ തന്നെയാണ്, 34 സംതിങ് ഇങ്ങനെ പ്രൈസ് വന്നത്. നോക്കുന്ന സമയത്ത് മുന്നേ 2,000 കഴിഞ്ഞ ആഴ്ച, അത് 13-ാം തീയതി കൊടുത്ത് 2,000 രൂപ കുറഞ്ഞിട്ട് തന്നെയാണെങ്കിൽ വന്നതും. അപ്പോൾ അതിൽ ആദ്യം പറയേണ്ടായിരുന്നു ആ പ്രൈസ് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മളിത് പ്രൈസ് കാണിക്കുന്നത്. അങ്ങനെ തന്നെ വന്നു. പക്ഷേ എൻ്റെ സ്ഥലത്ത് എന്താ പറയുക, ഡെലിവറി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കോഴിക്കോട് നോക്കി. ഓക്കെ, കോഴിക്കോട് ഇനിയിപ്പോൾ ഈ ഭാഗത്തില്ല എന്ന് വെച്ചാൽ ടൗണിൽ തളി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നോക്കി, അവിടെ ഇല്ല. കോഴിക്കോട് ബീച്ചിന് കോർപ്പറേഷൻ ഓഫീസ് അഡ്രസ്സ് കൊടുത്തു, അവിടെ ഇല്ല. പിന്നെ മറ്റേ മാനേജർ പബ്ലിക് ലൈബ്രറി കൊടുത്തു, അവിടെ ഇല്ല. ഈ തൃശ്ശൂർ മണ്ണുത്തിരി അഡ്രസ്സിന് അവിടെ പോയി മേടിക്കാമെന്ന് ചോദിച്ചു, അവിടെ ഇല്ല. പാലക്കാട് വർക്ക് ചെയ്യുന്നൊരു സ്ഥലം പാലക്കാടായിരുന്നു, അവിടെയും ഇല്ല. അപ്പം ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുക, 34 കഴിഞ്ഞ് 35 സംതിങ് ആയി, 36 ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ വിളിക്കുന്നത് ഈ 2,000 രൂപ വരെ എന്തിനാണ് മേടിച്ചത്? ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ഒരു രാവിലെ ആയപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അല്ല, അപ്പം തന്നെ ഞാൻ വിളിച്ചു. 12:30 ആയപ്പോൾ 12:15 ഞാൻ അവരെ വിളിച്ചു. കസ്റ്റമർ കെയർ പറഞ്ഞു ആ പൈസ എന്ത് ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് ചെയ്യാൻ പറ്റില്ല, ക്യാൻസലേഷൻ പോളിസി കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, റീഫണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ശരിയാവുന്നത്, കാരണം നിങ്ങളാണ് ഈ സാധനം മേടിച്ചത്. ഈ സാധനം നിങ്ങളെ ഉത്തരവാദിത്തമാണ്. 2,000 രൂപ കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഡെലിവറി ഉണ്ടോ ഡെലിവറി ഇല്ല എന്നുള്ളത് നിങ്ങളാണ് നോക്കേണ്ടത്. ഞാൻ ആ സമയത്ത് അഡ്രസ്സ് കൊടുത്തതിൻ്റെ, അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല എന്ന് അവർ 2,000 രൂപ മേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ ഈ 2,000 രൂപ മേടിച്ച് അവർ പറയുകയാണ് അവർക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റൂല, നാളെയും കൂടെ നോക്കുന്നതിൻ്റെ പ്രൈസ് ഇപ്പോൾ 44 45 അങ്ങനെയായി, 35 തുടങ്ങിയത്. അപ്പോൾ എനിക്ക് സാധനം വേണ്ട. ഞാൻ ആദ്യം വിചാരിച്ചു അവരുടെ അറിവില്ലായ്മ ആയിരിക്കും, കാരണം ഇങ്ങനത്തെ ഒരു സംഭവം ഇല്ലായിരുന്നു. നമ്മൾ മേടിച്ചില്ല, നമുക്ക് പൈസ കിട്ടണം. അതിൽ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധനം മേടിച്ചിട്ട് പിന്നെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ റീഫണ്ട് ഉണ്ടാവില്ല. അത് നമുക്ക് മനസ്സിലാവും, കാരണം നമ്മൾ ഒരാടെ ഈ സ്ലോട്ട് ഭയങ്കര ലിമിറ്റഡ് സ്ലോട്ടാണ്, കുറച്ച് പേര് കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഈ 2,000 കൊടുത്ത് മേടിച്ചത്. അതാലോചിക്കണം. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്തു, പിന്നെ രാവിലെ ആയപ്പോഴത്തേക്ക് വേറൊരു ആളെ വിളിച്ചു. പിന്നെ കംപ്ലൈൻറ്റ് അല്ല, ഫ്ലിപ്കാർട്ട് മെയിൽ ചോദിച്ച സമയത്ത് ഏതെങ്കിലും മെയിൽ ഐ ഡി തരുമെന്ന് ചോദിച്ച സമയത്ത് അവർക്ക് അറിയില്ല. അവർ പറഞ്ഞു മെയിൽ ഐ ഡി നമുക്ക് തരാൻ പറ്റില്ല, ഹയർ ഓഫീഷ്യൽസിന് ഫോൺ കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവർക്ക് അത് പറ്റില്ല. അതുപോലെ ഞാൻ flipkart.cs@flipkart.com പിന്നെ അതേപോലെ തന്നെ ഗ്രീവിയൻസ് ഓഫീസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മെയിൽ അയച്ച സമയത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, സ്കാമാണ്, കേസിന് പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പിന്നെ വേറൊരു ലേഡീനെ വിളിച്ചു. അവർ മര്യാദയ്ക്ക്
അയ്യോ സാർ നമുക്കത് തരാൻ പറ്റില്ല കേട്ടോ സാർ എന്ന് പറഞ്ഞാൽ അവരും ഈ എന്താ പറയുക സോപ്പ് ഇട്ടിട്ട് പച്ചക്ക് തേച്ചു. അപ്പം ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ കോള് ഞാൻ ഇവരെ വിളിച്ച കോള് ഞാൻ ഇതിൽ കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കിയാൽ മതി. എക്സിക്യൂട്ടീവുമായി സംസാരിക്കാൻ ഉടൻ തന്നെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ദയവായി കാത്തിരിക്കുക. ഹലോ, ഞാനൊരു ഗൂഗിൾ പിക്സൽ 9ൻ്റെ ഒരു എന്താ പറയുക പ്രീ ബുക്ക് സെയിലിൽ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2000 രൂപ കൊടുത്തിട്ട്. അതെൻ്റെ ഞാൻ മുന്നേ 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് റീഫണ്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതെന്താ റീഫണ്ട് ചെയ്യാൻ പറ്റാത്ത കാരണം എന്താ? അത് ശരിക്കും ഞാൻ ഡെലിവറി അഡ്രസ്സ് കൊടുത്തതിന് ശേഷമാണ് 2000 രൂപ കൊടുത്തത്. അപ്പോൾ നിങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത് ആ അഡ്രസ്സിലോട്ട് ഡെലിവറി ഉണ്ടോ, എന്നിട്ട് മാത്രമേ നിങ്ങൾ 2000 രൂപ സ്വീകരിക്കാൻ പാടുള്ളൂ. ഇത് 2000 രൂപയും പോയി ഫോണും ഇല്ല. ഇപ്പം ഫോണിൻ്റെ പ്രൈസ് ആണെങ്കിൽ 40. എനിക്ക് ഫോൺ വേണ്ട. പക്ഷേ ഞാൻ മറ്റേ ഗ്രീവൻസിലോട്ട് മെയിൽ ആയ സമയത്ത് അവിടുന്ന് ഒരു കോൾ വന്നിട്ട് അവർ മാന്യമായിട്ട് ഭയങ്കര സോപ്പിട്ട് സംസാരിക്കുക, പൈസ തരാൻ പറ്റില്ല എന്ന്. അപ്പോൾ അതെന്താ കാരണം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും അതിൻ്റെ ഒരു സാധാരണ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ചതിൻ്റെ അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടത്തിയതിൻ്റെ. അത് ഇൻവോയ്സ് വേണമെങ്കിൽ എന്താ പറയുക കസ്റ്റമർ കെയറിനെ ബന്ധപ്പെടണം എന്ന് പറഞ്ഞു. ഇൻവോയ്സ് നിങ്ങൾ അയച്ചു തരണം എനിക്ക്. മതിയാ. അല്ല ഹലോ അതെന്താ അത് റീഫണ്ട് ചെയ്യാൻ പറ്റത്തിൻ്റെ കാരണം എന്താ? അത് ഓൾറെഡി നമ്മൾ പാസ് മേടിക്കുമ്പോൾ തന്നെ അതിന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല, റീഫണ്ട് ചെയ്യാനും പറ്റത്തില്ല ഓൾറെഡി മെൻഷൻ. എന്നൊക്കെ ഞാൻ കാര്യം ചോദിക്കട്ടെ. ഇത് മേടിച്ചത് 13-ാം തീയതിയാണ് ഞാൻ മേടിച്ചത്. അതിൻ്റെ എന്താ പറയുക റിട്ടേൺ പോളിസിയിൽ 20-ാം തീയതി വരെയെന്ന് കാണിക്കുന്നുണ്ട്. സമ്മതിച്ചു. ഈ സെയിൽ തുടങ്ങുന്നത് 22-ാണ് തുടങ്ങുന്നത്. അപ്പോൾ എനിക്കെങ്ങനെ മനസ്സിലാവും? ഞാൻ ഈ 2000 രൂപ കൊടുത്ത് മേടിച്ചതിന് എനിക്ക് ഫോൺ ആ പ്രൈസിന് വേണ്ടിയിട്ടാണ് മേടിച്ചത്. അത് അവർ പറഞ്ഞത് കുറച്ച് സ്ലോട്ടേ ഉള്ളൂ, നിങ്ങളത് അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക അത് ഒരു സേവിങ്സ് പോലെയാണ്. ആ 2000 രൂപ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഫോൺ വരുന്ന സമയത്ത് അതിന് കുറയും പൈസ. പക്ഷേ എനിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കോഴിക്കോട് പല സ്ഥലത്തും ഞാൻ കൊടുത്തു. തൊണ്ടയാട് മാത്രമല്ല, കോഴിക്കോട് കോർപ്പറേഷൻ ഓഫീസ് കൊടുത്തു, ബീച്ച് കൊടുത്തു, മാനേജർ ലൈബ്രറി കൊടുത്തു, പാലക്കാട് ഒരു അഡ്രസ്സ് കൊടുത്തു, തൃശ്ശൂർ ഒരു അഡ്രസ്സ് കൊടുത്തു, തൃശ്ശൂർ മണ്ണൂത്തേക്ക് കൊടുത്തു. എവിടെയും ഇല്ല ഈ സാധനം. ഒന്നിലും വരുന്നില്ല. പക്ക സ്കാമാണ് ഇത്. എത്ര പേർക്ക് ഇത് പറ്റിയിട്ടുണ്ടാവും അറിയൂ ഇത്. അല്ല നിങ്ങൾ എന്തായാലും മറ്റേ ഇൻവോയ്സ് അയച്ചാൽ നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, എനിക്ക് മനസ്സിലായി. ഇൻവോയ്സ് അയച്ചിട്ട് ഞാൻ കോടതി വഴി മൂവ് ചെയ്തോളാം. എന്തായാലും മെയിൻ ത്രൂ വരും. ഞാൻ എന്തായാലും ഷെയർ ചെയ്തേക്കാം. ഇപ്പൊ സാറ് ഈ ഒരു ഗൂഗിൾ പിക്സലിന്റെ ആണ് എടുത്തിട്ടുള്ളത്. മാക്സിമം റിഡംഷൻ പീരിയഡ് ഇന്നും നാളെ അല്ല എന്തിനാ ഇപ്പൊ പ്രൈസ് എത്രയായി? 40,000, 42,000, 43,000, 43,000 രൂപയായി. പിന്നെ ഫോൺ ഈ ഫോൺ വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് വന്ന് ഫോർവേഡ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മുടെ സൈഡിൽ നിന്ന്. ഓ ശരി, വലിയ ഉപകാരം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഓൺലൈൻ ഇതിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടി ഞാനൊരു വക്കീലിനെ ഒരു ഓൺലൈൻ ഒരു ആദർശ് എന്ന പേര് വന്നു. അപ്പോൾ ആ സാർക്ക് ഞാൻ അഡ്വക്കേറ്റിനെ ഇങ്ങനെ അയച്ചു. അപ്പോൾ സാറും ആദ്യമേ സാറിന് വെച്ചാൽ ഇത് ശരിക്കും ഫ്ലിപ്കാർട്ട് ആയിരിക്കില്ല, ഇതിന് മോക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ആപ്പ് ആയിരിക്കും, നമ്മളെ എഫും മഞ്ഞ കളർ വെച്ചിട്ട് അയാൾ അങ്ങനെയാണ് വിചാരിച്ചത്. ഞാൻ പറഞ്ഞല്ലോ സാർ ഇതിങ്ങനെയാണ്, ഇതാണ് സംഭവം. അപ്പോൾ അവർ പറഞ്ഞത് സ്കാമാണ്, ഇത് നിങ്ങൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഇടുക, അപ്പോൾ ആരെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് പറ്റിപ്പാണ് കേട്ടാ. അങ്ങനെ ഒരു സാധനം കാണില്ല. ഇത് നിങ്ങളിൽ നിന്ന് എല്ലാവരും 2000 വെച്ച് ഒരു 10,000 പേരെങ്കിലും അടച്ചു കാണും. അപ്പോൾ അവർക്ക് പിന്നെ ഇനിയിപ്പോൾ ആ കാശും കൂടെ മുങ്ങിയാൽ മതിയല്ലോ. ഇത് ഉടായിപ്പായിരുന്നു. നിങ്ങൾ ആമസോണിൽ തന്നെ നിങ്ങൾ ഏത് കമ്പനി ഫ്ലിപ്കാർട്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ എന്ന് ഗെറ്റ് ഓഫീസ് വിളിച്ചിട്ട് ഇങ്ങനെ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അവരില്ലെന്ന് പറയും. അപ്പോൾ മനസ്സിലാവും ഇത് ഉടായിപ്പാണ്. ഫ്ലിപ്കാർട്ട് ആണ് ഇവർക്ക് ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പം ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ കൂടെ പറയുക ഇങ്ങനെ പറ്റിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒരുപാട് പേര് ഇതുപോലെ പറ്റിക്കപ്പെട്ടവരുണ്ടാവും. നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടെ സംസാരിക്കും. നിങ്ങൾ പറ്റിക്കപ്പെട്ട നിങ്ങൾ യൂണിയൻ പോലെയാവും. എന്നിട്ട് അങ്ങനെ പ്രൊസീഡ് ചെയ്താൽ മതി. എന്നിട്ട് ഫ്ലിപ്കാർട്ടാണ് സൗകര്യം ചെയ്തു കൊടുത്തത്. അപ്പോൾ ഫ്ലിപ്കാർട്ട് 1-ാം പ്രതിയാണ് ഇതിൽ. എന്നിട്ട് മറ്റവർ 2-ാം പ്രതിയാക്കി കേസെടുക്കുക. അപ്പോൾ അതുകൊണ്ടും കൂടി ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കുന്നത് വെച്ചാൽ നമുക്കത് ഒരു ഉറപ്പുമില്ല. ഈ 2000 രൂപ കൊടുത്ത് ശരിക്കും അവരാണ് ആലോചിക്കട്ടെ എന്ത് ഈ 2000 രൂപ മേടിക്കുന്ന സമയത്ത് അവർ നോക്കണം ഇവിടെ ഡെലിവറി ഉണ്ടോ. അത് അവർക്ക് ഡെലിവറി ഇല്ല. ഒരു സ്ഥലമാണെങ്കിൽ പോട്ടെ, ഈ തിരുവനന്തപുരത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ചേട്ടൻ്റെ അഡ്രസ്സിലോട്ട് ഞാൻ നോക്കി. പാലക്കാട് പറ്റില്ല, തൃശ്ശൂർ പറ്റില്ല, കോഴിക്കോട് ഒരു സ്ഥലത്തും പറ്റില്ല. പിന്നെ ഈ സാധനം എങ്ങനെയാ? അപ്പോൾ ഇത് പക്ക തട്ടിപ്പാണ്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാൻ ഒരാളായിരിക്കുമല്ലോ, 1000, 2000, 10,000 പേരും ആയിരിക്കുമല്ലോ ഈ ഒരു പൈസ. ഒരാളുടെ നിന്ന് 2000 രൂപ തട്ടിച്ചാൽ പോലെ ഇവർക്ക് എത്ര പൈസ ഇവർക്ക് കിട്ടുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു കേസിന് പോയി. ഞാനിങ്ങനെ ഓൺലൈൻ നോക്കിയ സമയത്ത് ഓൺലൈനായിട്ട് കേസ് കൺസ്യൂമർ കോർട്ടിൽ കേസ് സബ്മിറ്റ് ചെയ്യാൻ തോന്നുന്നു. അപ്പം ഇനി അങ്ങനെ പോകാൻ തന്നെയാണ് പ്ലാന്. എന്ത് മറ്റേടത്തൊരു പരിപാടി ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പൈസ ഇത് വെറുതെ നമ്മളെ പറ്റിക്കുവാണ് സത്യം പറയുകയാണെങ്കിൽ.
എന്ത് ചെയ്യുന്നവരില്ല. അപ്പോൾ എന്തായാലും ഓൺലൈൻ കേസ് എന്തായാലും പോയി നോക്കണം. ഞാൻ അവരെ വിളിച്ചപ്പോൾ അവർ തന്നെയാണ് പറഞ്ഞത് അവർക്ക് റീഫണ്ട് തരാൻ പറ്റില്ല, ക്യാൻസലേഷൻ പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കിയേ, 13-ാം തീയതി മേടിച്ചു, 20-ാം തീയതി വരെ ക്യാൻസൽ ചെയ്യാം. നമ്മളെങ്ങനെ 20-ാം തീയതി വരെ ക്യാൻസൽ ചെയ്യാം? നമുക്ക് അറിയുന്നത് എങ്ങനെയാണ്? അതിൽ ഡെലിവറി ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ 13-ാം തീയതി നമ്മൾ ഈ 2000 കൊടുത്ത് മേടിച്ചതിന് നമുക്ക് ഈ ഫോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ്. 23-ാം തീയതിയാണ് ബിഗ് ബില്യൺ സെയിൽ തുടങ്ങുക. 22-ാം തീയതി പ്ലസ് മെമ്പേഴ്സിനൊക്കെ ആക്സസ് കിട്ടും. അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ബിഗ് ബില്യൺ സെയിൽ തുടങ്ങിയാൽ മാത്രമല്ല അറിയുള്ളൂ നമുക്ക് ഇത് എന്താ സംഭവിക്കുന്നതെന്ന്. ഈ 13-ാം തീയതി മേടിച്ച ആൾ ആരും ഇത് ക്യാൻസൽ ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് ഈ പരിപാടിയും തുടങ്ങി ഇപ്പോൾ 47 രൂപയാണ് ഫോണിന് വില. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അവസ്ഥയാണ്. അങ്ങനെ പെട്ടിരിക്കുക. അപ്പോൾ ഒരു ഇങ്ങനെ എത്ര പേരെടുത്ത് ഒരു പൈസ ഭരിച്ചിട്ടുണ്ടാവും. ഇത് അവർക്ക് വിളിക്കുമ്പോൾ അവർക്കൊന്നും പറയാനില്ല, മെയിൽ അയച്ചിട്ടൊരു കാര്യമില്ല. പിന്നെ വേറെ വിഷയം എന്താ വെച്ചാൽ നമുക്കിതിൽ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. സാധാരണ നമുക്കൊരു ഓർഡർ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്താലോ എന്തെങ്കിലും ഓർഡർ ചെയ്താലോ ഒക്കെ ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് അതും പറ്റുന്നില്ല. അത് ഞാൻ ചോദിച്ചു, അവർ വിളിച്ചു, ഇൻവോയ്സ് അയച്ചു തരാൻ പറഞ്ഞു. കാരണം ഈ കൺസ്യൂമർ കോർട്ടിൽ കേസ് എടുക്കുന്ന സമയത്ത് ഇൻവോയ്സ് അതിൽ അറ്റാച്ച് ചെയ്യണം. ഇൻവോയ്സ് അറ്റാച്ച് ചെയ്ത സമയത്ത് ഇൻവോയ്സ് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു അതിൽ കാണില്ല. അത് ഞാൻ പറഞ്ഞു അതിൽ കാണില്ല, അതിൽ കസ്റ്റമർ കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്യാനാണ് പറഞ്ഞത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. സാധാരണ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇതുവരെ അവർ അയച്ചു തന്നിട്ടില്ല. ഇപ്പോൾ സമയം 5 മണിയായി. സമയം 5 മണിയായി. ഇപ്പം ഇതുവരെ അയച്ചു തന്നിട്ടില്ല. മിക്കവാറും അവർ തേക്കാനായിരിക്കും പരിപാടി. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബില്യൺസിൽ നല്ല ഓഫർ കൊടുക്കുന്നുണ്ടില്ല എന്നല്ല, പക്ഷേ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ കുറേ ലൂട്ടിങ്ങും തെഫ്റ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിനെതിരെ എന്തായാലും കൺസ്യൂമർ കോർട്ടിൽ പറ്റുന്ന പോലെ ഞാൻ കേസ് കൊടുക്കണമെന്നാണ് അറിയുന്നത്. ആർക്കെങ്കിലും ഈ ഒരു പ്രീ ബുക്കിംഗ് സെയിൽ എന്ന് പറഞ്ഞൊരു പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. കാരണം എന്താ പറയുക, അവർ ലീഗലി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ, കാരണം ഫ്ലിപ്കാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ഇതും ഉണ്ടാവില്ല. അവർ കണ്ണിച്ചോരില്ലാത്ത പോലെ പറഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം എന്തായാലും ലീഗലി തന്നെ മുന്നോട്ട് പോകാനേ നടക്കുള്ളൂ. 2000 രൂപയുടെ കേസല്ല, 2000 രൂപയുടെ കേസല്ല. പക്ഷെ നമ്മളിത് എന്താ നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കാന്ന് പറയില്ലേ, അതാണ് അധികം മനസ്സിലാവാത്തത്. ഇത് എത്ര ഈ iPhone 16 Pro എത്ര പേര് 5000 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തിട്ടുണ്ടാവും? കുറേ പൈസ ഉള്ളവരാണെങ്കിൽ ഓക്കെ, 5000 രൂപ പോട്ടേന്ന് നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ പോട്ടേന്ന് നിൽക്കും. പക്ഷേ 2000 രൂപ അത്യാവശ്യം നല്ലൊരു എമൗണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എനിക്കത് അങ്ങനെ പോട്ടേന്ന് നോക്കാൻ പറ്റില്ല. ഈ 2000 രൂപേൻ്റെ അല്ല, ഈ നമ്മളെങ്ങനെ എന്താ പറയുക, പറ്റിക്കാന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അത് ഫ്രസ്ട്രേഷൻ ആരെടുത്ത് തീർക്കും? നമ്മൾ ആരെടുത്തും തീർക്കാനില്ല, നമുക്ക് ഇരുന്ന് അനുഭവിക്കുക തന്നെ. ആരെങ്കിലും വിളിച്ച് പറയാൻ പറ്റൂല. ഇത് എന്തൊരവസ്ഥയാണ് അത്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. അപ്പോൾ ആർക്കെങ്കിലും ഈ പറ്റിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 3-4 മിനിറ്റിൽ പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ 5-8 മിനിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും നോക്കുക, ആരെങ്കിലും കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും മുന്നേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എന്തായി ചെയ്യേണ്ടതെന്നുള്ളത്. എന്തായാലും ഓൺലൈനിലേക്ക് നോക്കിയ സമയത്ത് ഇങ്ങനെ മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിനെതിരെ കേസൊക്കെ പോയിട്ട് എന്താ പറയുക, നഷ്ടപരിഹാരം കിട്ടിയവരൊക്കെ ഉണ്ട്. അതാണ് ആകെ ഒരു പ്രതീക്ഷ. കാരണം ന്യായം നമ്മുടെ ഭാഗത്താണ് 100% വിശ്വസിക്കുന്നുണ്ട്. അവരെ ഏതോ പോളിസി അവർ 20-ാം തീയതിക്ക് ശേഷം എന്താ പറയുക, 20-ാം തീയതിക്ക് ശേഷം ചെയ്യാൻ പറ്റില്ല. 20-ാം തീയതിക്ക് ശേഷം നമ്മൾ 13-ാം തീയതി മേടിച്ചിട്ട് 20-ാം തീയതി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഈ 13-ാം തീയതി പ്രീ ബുക്ക് സെയിൽ ചെയ്ത് 2000 രൂപ കൊടുത്ത് നമുക്ക് ഈ 23-ാം തീയതി സാധനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. ഇത് ഈ ലോകത്തിലെ ഒരു അഡ്രസ്സിൽ അവർക്ക് ഡെലിവറി ഇല്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനത്? അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം ആർക്കെങ്കിലും എങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. താങ്ക് യു.